എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിന ക്വിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. ഹൈസ്കൂൾ തലത്തിൽ ഫസ്റ്റ് കിട്ടിയ കുറച്ച് ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യദിന ക്വിസിലേക്ക് കടക്കാം. നെഹ്റു ആദ്യമായി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു. ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ്? ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസിഫ് അലി. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഖുദിറാം ബോസ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ആരുടെ വാക്കുകളാണിത്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇന്ത്യൻ ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര മിനിറ്റാണ്? എത്ര ആണ്? 52 സെക്കൻഡാണ് ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഈ വർഷം എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നാം ആചരിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണിത്. 79ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്ത്യൻ ദേശീയ ഗാനത്തിന് എത്ര വരികളുണ്ട്? ഇന്ത്യൻ ദേശീയ ഗാനത്തിന് 13 വരികളാണുള്ളത്. വന്ദേ മാതരം രചിച്ചത് ആരാണ്? വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ പിതാവിൻ്റെ ജോലി എന്തായിരുന്നു? ഗാന്ധിജിയുടെ പിതാവ് ദിവാൻ ആയിരുന്നു. ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ്? ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ്? 1869 ഒക്ടോബർ 2-നാണ് ഗാന്ധിജിയുടെ ജന്മദിനം. ഗാന്ധിജിയുടെ സേവാഗ്രാം ആശ്രമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാർധ, മഹാരാഷ്ട്രയിലാണ് സേവാഗ്രാം ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.